പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തേൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് 2026 പ്രാരംഭ മാസത്തിൽ വലിയ ദൈവിക നന്മകളും ദൈവ പ്രവർത്തികളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെ നാം അവസാനിച്ചെന്ന് പറഞ്ഞോ, ഇനിയും ഒരു സ്റ്റെപ്പും മുൻപോട്ട് പോകത്തില്ല എന്ന് വിധി എഴുതിയത് എവിടെയോ, ഇനിയൊന്ന് ഉയരുന്നത് കാണട്ടെ, ഇനിയൊന്ന് രക്ഷപ്പെടുന്നത് കാണട്ടെ എന്ന് ഇത്യാദി വിഷയങ്ങളിൽ ജീവിതത്തിൻ്റെ മേഖലകളിലാകട്ടെ, ബിസിനസ് മേഖലകളാകട്ടെ, തലമുറയുടെ ഭാവി മേഖലകളാകട്ടെ, നാം ഇന്ന് ഭൂമിയിൽ അഭിമുഖീകരിക്കുന്ന ഏതു മേഖലകളിലാകട്ടെ അവസാനിപ്പിച്ചു കളഞ്ഞു എന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് പുതിയത് ചിലത് ആരംഭിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 21-22 വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. മോശ കടലിനുമേ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. 22-ാം വാക്യം. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ സുപരിചിതമേറിയ ഒട്ടനവധി പ്രാവശ്യം വായിച്ചിട്ടുള്ളതും ദൈവിക സന്ദേശങ്ങൾ കേട്ടിട്ടുമുള്ള തിരുവചന ഭാഗം. എന്നാൽ ഈ സമയം പരിശുദ്ധാത്മാവ് നൽകി തന്നതിൻ്റെ ആശയം, ഭയപ്പെട്ട് ചില ചെങ്കടൽ പോലെയുള്ള ആർത്തിരമ്പി വരുന്ന കടൽ സമാനമായ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും കണ്ട് ഇനി എന്ത് എന്ന് വലിയ ചോദ്യത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, ആ പ്രതിസന്ധികൾക്കും മുകളിൽ അതിനകത്തു ഒരു വഴി ഒരുക്കിത്തരാൻ കഴിവുള്ളവനാണെന്ന് പരിശുദ്ധാത്മാവ് ഈ സമയത്തും പ്രബോധിപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒട്ടനവധി പ്രാവശ്യം ഈ സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ചില വ്യക്തികൾ ഇപ്പോഴും ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ട് ഭയപ്പെട്ട് നിൽക്കുകയാണ്. മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഭയപ്പെടേണ്ട, മുൻപോട്ട് പോകുവീൻ, ഉറച്ചു നിൽക്ക, ഇന്ന് അത്ഭുതം ചെയ്യും എന്നൊക്കെ എത്ര പ്രാവശ്യം കേട്ടാലും ചില വ്യക്തികളിൽ വിശ്വാസമുളവാകാതെ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം അവർ നാളുകൾ ഏറെയായി കാണുന്ന കാഴ്ച, കേൾക്കുന്ന കേൾവി അവരെ ഭയപ്പെടുത്തുന്നതും മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെച്ചാൽ പുറകോട്ട് 2 സ്റ്റെപ്പ് പിൻവലിക്കുന്നത് പോലെയുള്ള പ്രതിസന്ധികളെയാണ് കേൾക്കുന്നതും കാണുകയും ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മുൻപോട്ട് സ്റ്റെപ്പ് വെക്കാൻ ഭയമാണ്. ആയതുപോലെ ഇവിടെ ദൈവവചന ഭാഗം വായിക്കുന്നത്, സ്തോത്രം, വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിക്കുന്ന നിലയിൽ അവിടെ കാണാൻ കഴിയുന്നു. മോശ കടലിന്മേൽ കൈനീട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്ന് പരിശുദ്ധാത്മാവ് ആദ്യമായി നമ്മളോട് പറയുന്നു, ഒന്നാമത്തെ പദം, പ്രതികൂലത്തിൻ്റെ നേരെ കൈനീട്ടണം. അത് വിശ്വാസത്തോടെ, ഇത് പിൻവാങ്ങാൻ പോകുന്നു എന്നുള്ള വിശ്വാസത്തോടെ കരം നീട്ടുവാനിടയായിത്തീരണം. അടുത്ത പദം, യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റുകൊണ്ട്. അപ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന, മുൻപോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, മുൻപോട്ടുള്ള അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന, അവസാനിപ്പിച്ച് കളയുമെന്ന് വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ആ വലിയ വിഷയത്തിനെ നേരെ നാം വിശ്വാസത്തോടെ കരം നീട്ടുമ്പോൾ, വിശ്വാസത്തോടെ ചില പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ട് ചെങ്കടലിൻ്റെ നടുവിൽ പുതിയൊരു വഴിയുണ്ടെന്ന് ഇസ്രായേൽ മക്കളും ശത്രു സൈന്യവും ഒരുപോലെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം പറയുമ്പോൾ നാളുകളേറെ ഒട്ടനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും പ്രതികൂലങ്ങൾ തന്നെ വഴിമാറാതെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സമയത്ത് ദൂതായി കൈമാറുന്നത്, മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ യാത്രയ്ക്ക് സ്തോത്രം മുൻപോട്ട് വീണ്ടും വഴി തെളിച്ചു കൊടുത്തതുപോലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. നിങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ സമാനമായ പ്രതിസന്ധികൾ ഉയർന്നു നിൽക്കുന്നെങ്കിൽ അതിൻ്റെ നേരെ മുൻപോട്ട് സ്റ്റെപ്പ് വെക്കാൻ
വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കാൻ കഴിയുമെങ്കിൽ, വിശ്വാസത്തോടെ പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയുമെങ്കിൽ, ആ പ്രതിസന്ധിയേക്കാൾ വലിയൊരു ദൈവം എനിക്കുണ്ട് എന്ന് പറയാൻ കഴിയുമെങ്കിൽ, അത്ഭുത വഴി നാളിതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെയുള്ള ചില അത്ഭുത വഴികൾ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ സർവശക്തനായ ദൈവം സന്നദ്ധനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം ഇങ്ങനെ കാണുന്നു: കടലിനെ പിൻവാങ്ങിച്ചു. ചില പ്രതിസന്ധികളെ പിൻവാങ്ങിപ്പിക്കുന്ന, അവസാനിപ്പിച്ച് കളയുമെന്ന് മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ തീരുമാനിച്ചു, ഇതെവിടെയും ചെന്ന് അവസാനിക്കത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തരെ സംബന്ധിച്ച് ഇന്ന് ഈ രാത്രി ഞാനൊരു ദൂത് കൈമാറാം. അങ്ങ് ആത്മികമായും ഭൗതികമായും മുന്നേറുമെന്ന് വിചാരിച്ച് അത് നശിപ്പിച്ച് കളയാൻ, ഇല്ലായ്മ ചെയ്ത് കളയാൻ, അവസാനിപ്പിച്ച് കളയാൻ, ചെറിയ ചെറിയ പ്രതിസന്ധികൾ കൊണ്ടിട്ട്, രോഗങ്ങൾ കൊണ്ടിട്ട്, കടക്കെണികൾ കൊണ്ടിട്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ടിട്ട് അവസാനിപ്പിച്ച് കളയാൻ അവനിട്ട ചില ഹിഡൻ അജണ്ടകളെ നോക്കി ദൈവത്തിൻ്റെ ആത്മ പറയുകയാ, പിശാചു പോലും അറിയാതെ, പിശാചിൻ്റെ തന്ത്രങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, മനസ്സിൽ നാം ചിന്തിക്കുന്നതിന് മുകളിലായിട്ട് ആ പ്രതിസന്ധികളുടെ നടുവിലൂടെ നടത്താൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരം ഇന്ന് ഈ സമയത്തും ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നത് അങ്ങനെയാണ്: കടലിനെ പിൻവാങ്ങിച്ചു. കടൽ സമാനമായ ചില പ്രതിസന്ധികൾ നിങ്ങളുടെ മുൻപിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, താങ്കളുടെ മുൻപിൽ നിന്ന് പിൻവാങ്ങിപ്പിച്ചു കളയുന്ന, അത് പിൻവാങ്ങിപ്പോകുന്നത് വിശ്വാസ കണ്ണാൽ ഈ സമയം ദർശിക്കുവാനിടയായി തീരണം. നാളിതുവരെ മുൻപോട്ട് വിടാതെ അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചതല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ ആത്മ വചന അടിസ്ഥാനത്തിൽ കൈമാറുന്നു. ചില കടൽ സമാനമായ വിഷയങ്ങൾ പിൻവാങ്ങാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത പദം വായിക്കുന്നു: അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. എന്താ, കുറച്ച് മണിക്കൂറുകൾ, മിനിറ്റുകൾക്ക് മുൻപേ അവർ അവരുടെ കണ്ണിന് മുൻപിൽ കാണുന്നൊരു കാഴ്ച, ചെങ്കടലാണ് മുൻപിൽ, അതിനകത്ത് അവസാനിക്കാൻ പോകുന്നു. അവർ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെയാണ് അവസാനമെന്ന് അവർ കരുതി കൂട്ടിയത്. അവിടെയാണ് എൻഡിങ് പോയിന്റ് എന്ന് അവർ ചിന്തിച്ചെടുത്ത്, എൻഡിങ് പോയിന്റ് അല്ല, അത്ഭുതങ്ങളുടെ പെരുവഴികൾ തുറക്കുന്നത് അവിടെയാണെന്ന് സർവശക്തനായ ദൈവം അവിടെ തെളിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശത്തിന് ഞാൻ വിരാമം കുറിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എവിടെ എൻഡിങ് പോയിന്റ് ആണെന്ന് ശത്രു പറഞ്ഞോ, എവിടെ എൻഡിങ് പോയിന്റ് ആണെന്ന്, എവിടെ അവസാനിക്കുന്നത് ശത്രു പറഞ്ഞോ, അവിടെ നിന്ന് ചിലത് ആരംഭിക്കുവാൻ, പുതിയത് ചിലത് ആരംഭിക്കുവാൻ, നമ്മുടെ ചിന്തകളിൽ പോലും ഇല്ലാത്തത് ചിലത് ആരംഭിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവമേ, എനിക്ക് പുതുജീവൻ തരാൻ, പുതിയ വഴികൾ തുറക്കാൻ, എൻ്റെ മുൻപിൽ പാത തെളിയിച്ച് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്ന് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ഇന്ന് ഈ സമയത്ത് വചനത്തിൻ്റെ മുമ്പാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. അവരുടെ മുൻപിൽ ചെങ്കടൽ നിന്നപ്പോൾ ആ ചെങ്കടലിനെ പിൻവാങ്ങിപ്പിച്ചൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നവരും കടൽ സമാനമായ വിഷയത്തെ പിൻവാങ്ങിപ്പിച്ച് പെരുവഴികൾ തുറക്കാൻ, വലിയ പാതകൾ തുറന്നു തരാൻ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ദൈവാശ്രയ ബോധ്യത്തോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.